അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പൈലറ്റിന്റെ ആത്മഹത്യാ സാധ്യത തള്ളാതെ വ്യോമയാന വിദഗ്ധർ. ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫിലേക്ക് മാറ്റിയത് ബോധപൂർവമോ എന്ന് സംശയിക്കുന്നതായി വ്യോമമേഖലയിലെ സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ. അപകട ദിവസത്തെ പൈലറ്റുമാരുടെ മാനസികാവസ്ഥ പരിശോധിക്കും. കോക്പിറ്റ് സംഭാഷണത്തിൽ പൈലറ്റുമാരെ തിരിച്ചറിയാൻ അന്വേഷണം നടത്തുന്നുണ്ട്. അത് നല്ല പരിപാടിയാ. പാവങ്ങൾ മരിച്ചുവല്ലോ, ഇനി തിരിച്ചു വന്നിട്ട് ഓരോന്നും പറയില്ലല്ലോ. പതുക്കെ ഓരോ തരയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആരാണ് ആത്മഹത്യ ചെയ്യുന്നത് നോക്കണം. വർഷങ്ങളായിട്ട് മണിക്കൂറുകളോളം ദീർഘദൂരം വിമാനങ്ങൾ പറത്തി പരിചയമുള്ള 52-കാരനായ സീനിയർ പൈലറ്റും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 32-കാരനായ സഹ പൈലറ്റും ഒരേ സമയം ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത അങ്ങോട്ട് വന്നിക്കുക. ഇവിടെ പണി ഞാനിട്ട് 2 ആഴ്ചയായിട്ട് വീട്ടിൽ കുത്തിരുന്നിട്ട് പട്ടിണിയായിട്ട് ആത്മഹത്യ ചെയ്യല്ല, അല്ലെങ്കിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ട് മനം നൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നവനല്ല. വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന 2 ആളുകൾ. അല്ല, മനുഷ്യന്മാരെന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്യുന്നതേ മണ്ടത്തരം. എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഒന്നുകില് സമ്പത്തിനാലുള്ള ബുദ്ധിമുട്ട് മൂലം, അതല്ലെങ്കിൽ ആളുകളിൽ നിന്ന് അവഗണനകൾ ഏറ്റുവാങ്ങിയിട്ട് ഈ ലോകത്തുനിന്ന് ഒരുപാട് ആളുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തകർത്തിട്ട് മനം നൊന്നിട്ട് ഈ ലോകത്തൊരു മോചനമില്ല, ഒരു നീതിയില്ല, എന്നാൽ ദൈവത്തിന്റെ കോടതിയിലെങ്കിലും നീതി കിട്ടാൻ വേണ്ടിയിട്ട് മനം അടുത്തിട്ട് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങാണ്. അങ്ങനൊക്കെ ചിന്തിച്ചിട്ടായിരിക്കില്ല ആത്മഹത്യ ചെയ്യുന്നത്. അല്ല, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇവരെന്താ ചെയ്ത് 250 ആൾക്കാരെ ജീവിതം, സ്വപ്നങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് ഒരുപാട് പിഞ്ചു മക്കളും ഒരുപാട് പ്രതീക്ഷകളായിട്ട് ജീവിക്കുന്ന ആളുകളെ ജീവിതം തകർത്തിട്ട് ഇവരെ ജീവിതം ഒന്നായിട്ട് നശിപ്പിച്ചിട്ട് ഇവരെയും കൊണ്ടിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങുക, നീതി ഉറപ്പാക്കാൻ വേണ്ടിട്ട്. വല്ലാത്തൊരു ആത്മഹത്യയായിപ്പോയി. നമ്മൾ പറ്റേ തള്ളിക്കളിയുന്നില്ല കേട്ടോ, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഒരുപാട് ആളുകൾ, ഒരുപാട് രാജ്യത്തെ ആളുകൾ ഈ സംഭവം വീക്ഷിക്കുന്നുണ്ട്. ഇത് ചർച്ചയിൽ വന്നിട്ടില്ല. കാരണം ഇത് നടന്ന പിറ്റേന്ന് തന്നെ യുദ്ധം നടന്നതുകൊണ്ട് എല്ലാ വാർത്തകളും ആ യുദ്ധത്തിലേക്കായി പോയിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് ഇപ്പോഴും ഒരുപാട് രാജ്യത്തെ വിദേശികളും ഒരുപാട് ആളുകളും ആകാംക്ഷയോടെ വീക്ഷിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത്തരം വാർത്തകളൊക്കെ അവർ കേട്ട് കഴിഞ്ഞാൽ പൊതുവെ ഇന്ത്യനോടുള്ള താല്പര്യം കുറയും. ഒരുപാട് വിദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നതൊക്കെ എല്ലാത്തിനും ബാധിക്കും. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെ തന്നെയല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം?